കെ മുരളീധരൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അതിലേക്ക് പരിശോധിക്കട്ടെ. അതിന് ടീമിനെ നിയോഗിച്ചിട്ടുണ്ടല്ലോ. ആ ടീമിന്റെ റിസൾട്ട് വരുന്നത് വരെ മറ്റ് നടപടികളിലേക്ക് കടക്കേണ്ട ആവശ്യമില്ല എന്നാണ് പാർട്ടിയുടെ തീരുമാനം. അദ്ദേഹം ഇപ്പം തന്നെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടു. സഭയിൽ അദ്ദേഹം അൺഅറ്റാച്ച്ഡ് മെമ്പറായിട്ടാണ് അദ്ദേഹം സഭയിലിരിക്കുക. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പാർട്ടി നയം സ്വീകരിച്ചിട്ടുണ്ട്. ഇതിലും കൂടുതൽ സ്വീകരിക്കേണ്ട ആവശ്യം ഇപ്പോഴില്ല. ബാക്കിയൊക്കെ സർക്കാരിൻ്റെ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് വരട്ടെ. അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് നടപടികൾ സ്വീകരിക്കാം. ഇപ്പോൾ ഈ എടുത്ത നിലപാടിൽ നിന്ന് ഒരു ഇഞ്ച് പോലും പിന്നോട്ട് പോകേണ്ട ആവശ്യം പാർട്ടിക്കില്ല. അല്ല, കോൺഗ്രസിൻ്റെ നയം മറ്റു പാർട്ടികളുടെ കാര്യങ്ങൾ നോക്കിയിട്ടല്ല. പാർട്ടി ഏതാണ് ശരിയെന്ന് തോന്നുമ്പോൾ പാർട്ടി ആ നിലപാട് സ്വീകരിക്കും. പക്ഷെ ഇതുവരെയായിട്ട് ഒരു റിട്ടേൺ കംപ്ലൈൻറ്റ് പോലും എവിടെ എത്തിയതായിട്ട് കാണുന്നില്ല. ഈ വിവാദങ്ങൾ വന്ന സമയത്ത് ടേണായ നിലപാട് പാർട്ടി എടുത്തു. പക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിൽ ആ നിലപാടിൽ നിന്ന് കുറച്ചോട്ട് പിന്നോട്ട് പോകുന്നുണ്ട്. അടൂർ പ്രകാശ് ഒരു അനുകൂലമായ നിലപാട് രാഹുൽ നടത്തുന്നു. ഇന്നലെ അനുകൂലം പ്രതികൂലമൊന്നുമില്ല. ഇപ്പോൾ ഒരു അനാവശ്യ വിവാദമാണ് സഭയിൽ ചെല്ലുമ്പോഴുള്ള അവസ്ഥയെക്കുറിച്ച്. അതിനെക്കുറിച്ചൊരു ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ ചെല്ലുമ്പോൾ ഒരു അൺഅറ്റാച്ച്ഡ് മെമ്പറാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഈ സഭാ നടപടികളുടെ കാര്യങ്ങളിൽ എല്ലാ കാര്യങ്ങളും ഇനി തീരുമാനമെടുക്കേണ്ട സ്പീക്കറാണ്. ഇപ്പോൾ അദ്ദേഹത്തിന് സബ്മിഷൻ ഉന്നയിക്കണമെങ്കിൽ അനുവാദം കൊടുക്കണോ വേണ്ടോ എന്ന് സ്പീക്കർക്ക് തീരുമാനിക്കാം. പ്രാസംഗികരുടെ ലിസ്റ്റിൽ, കോൺഗ്രസിൻ്റെ ലിസ്റ്റിൽ അദ്ദേഹത്തിൻ്റെ പേരുണ്ടാവില്ല. എന്നാൽ സ്പീക്കറുടെ അധികാരം ഉപയോഗിച്ച് അദ്ദേഹത്തിന് അവസരം കൊടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതവർ ചെയ്തോട്ടെ. അതല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ അസംബ്ലിയിൽ ചെന്നാൽ അദ്ദേഹത്തിനെ കയ്യേറ്റം ചെയ്യുന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല. വേണമെങ്കിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ചിലപ്പോൾ ചില ആൾക്കാർ, ഭരണകക്ഷിയുടെ ആൾക്കാർ ചിലപ്പോൾ പൂവൻകോഴിയുടെ ശബ്ദം ഉണ്ടാക്കും. അപ്പോൾ ഇവിടെ നിന്ന് മുകേഷ് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ UDFൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാവും. ശശീന്ദ്രൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ പൂച്ചയുടെ ശബ്ദം ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ള ചില ശബ്ദങ്ങളല്ലാതെ മറ്റൊരു അനിഷ്ട സംഭവം ഉണ്ടാവില്ല. രാഹുൽ ഇപ്പോൾ കോൺഗ്രസിന്റെ ഭാഗമല്ല. രാഹുൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ പൂവൻകോഴിയുടെ ശബ്ദം ഉണ്ടാകുമ്പോൾ തിരിച്ച് ഭരണപക്ഷം പൂച്ചയുടെ ശബ്ദം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? രാഹുൽ ഇപ്പം ഭരണകക്ഷിയല്ല, ഞങ്ങളാണ് പൂച്ച. UDF ആണ് ഉണ്ടാക്കുക. കാരണം അവിടെയുണ്ടല്ലോ, അവിടെ ശരിക്കുള്ള കോഴികളുണ്ടല്ലോ. അതുകൊണ്ടാണ് പറഞ്ഞത്. കാരണം അവരുടെ പേരിൽ റിട്ടേൺ കംപ്ലൈൻ്റ് ഉണ്ട്. 2 കംപ്ലൈൻറ്റ് മുകേഷിനെതിരായിട്ടുണ്ട്. ചാർജ് ഷീറ്റ് കൊടുത്തിട്ടുണ്ട്. പോലീസ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിലാണ്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ട് റിട്ടേൺ കേസില്ല. അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സഭയിൽ പങ്കെടുക്കുന്നതിന് ഒരു തകരാറുമില്ല. ഞാൻ പറഞ്ഞത് കയ്യേറ്റമൊന്നും ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. അവിടെ നിന്ന് പൂവൻകോഴിയുടെ ശബ്ദം ഉണ്ടെങ്കിൽ ഇവിടുന്ന് പൂവൻകോഴിയുടെയും പൂച്ചയുടെയും ശബ്ദം ഉണ്ടാവും. അത്രയേ ഉള്ളൂ. അതിൻ്റെ അകത്തൊരു പ്രശ്നം എന്ന് വെച്ചാൽ രാഹുലിന് പ്രതിരോധം തീർക്കുകയാണ് എന്നതാണല്ലോ. അതിൽ പ്രതിരോധം തീർക്കലല്ലോ. അവിടെ നിന്ന് പറയുന്നവരെങ്ങനെയാണ്? അവരുടെ പേരിൽ കംപ്ലൈൻ്റ് ഉള്ളവരാ അവിടെ നിന്ന് ശബ്ദം ഉണ്ടാക്കുക. ഇവിടെ ആരുടെ പേരിലും റിട്ടേൺ കംപ്ലൈൻ്റ് ഇല്ല അതുവരെ.